കായംകുളം നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ കയ്യാങ്കളി. രണ്ടാം വാർഡിലെ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. LDF അംഗങ്ങൾ തടഞ്ഞതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി ഉൾപ്പെടെ 4 കൌൺസിലർമാർക്ക് പരിക്കേറ്റു. മനീഷ് മഹിപാലിന്റെ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ നഗരസഭയിലെ കയ്യാങ്കളി ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് ഈ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നം? ആർക്കൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്? ഒന്നും തള്ളും പിടിയും വലിയും സ്ത്രീകൾ അവിടെ വാതിൽ തടഞ്ഞു വയ്ക്കുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോൾ ആരെയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് ഈ ദൃശ്യത്തിൽ? സ്മൃതി, പിടിച്ചുകൊണ്ടുപോകുന്നത് UDF-ന്റെ, അതായത് UDF ആണ് കായംകുളം നഗരസഭ ഭരിക്കുന്നത്. UDF-ന്റെ ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള നഗരസഭാ ചെയർമാനായിട്ടുള്ള ശരത് ലാൽ ബല്ലാരിയാണ് ഈ പിടിച്ചുകൊണ്ടുപോകുന്നത്. മറ്റ് പ്രതിപക്ഷ അംഗങ്ങളാണ് പിടിച്ചു കെട്ടി തൂക്കിക്കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഈ കൌൺസിൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പ്രശ്നത്തിന് കാരണം ഇതാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതിന്റെ വാർഡ് വിഭജനം ഉണ്ടായിരുന്നു. ആ സമയത്ത് 2ാം വാർഡിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ 2ാം വാർഡിലെ അംഗനവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മതിയായ സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞ് മറ്റൊരു കെട്ടിടത്തിലേക്ക് അന്ന് മാറ്റിയിരുന്നു. പിന്നീട് വാർഡ് വിഭജനം വന്ന സമയത്ത് 2ാം വാർഡിൽ ഉണ്ടായിരുന്ന, അതായത് മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി അത് സാങ്കേതികമായി 40ാമത്തെ വാർഡിലേക്ക് മാറി. അങ്ങനെ 2ാം വാർഡിൽ അംഗനവാടി ഇല്ലാതായി. 2ാം വാർഡ് പ്രതിപക്ഷ അംഗത്തിന്റെ വാർഡായിരുന്നു, LDF അംഗത്തിന്റെ വാർഡായിരുന്നു. 40ാം വാർഡ് UDF അംഗത്തിന്റെ വാർഡാണ്. അങ്ങനെ നഗരസഭയിലെ UDF-ന്റെ അധികാരം കൊണ്ട്, അഴിമതി കൊണ്ട് 40ാം വാർഡിലേക്ക് അംഗനവാടി മാറ്റി. 2ാം വാർഡിൽ നിലവിൽ ഒരുപാട് കുട്ടികൾ അംഗനവാടിയിൽ പോകാനുള്ള കുട്ടികളൊക്കെ തന്നെ 2ാം വാർഡിൽ അംഗനവാടി ഇല്ലാതായി. അങ്ങനെ കൌൺസിൽ യോഗത്തിൽ അജണ്ട വേറൊരു വിഷയമായിരുന്നുവെങ്കിൽ കൂടി നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ ഈ വിഷയം ഒരു കാരണവശാലും ഇന്ന് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബല്ലാരി പറഞ്ഞു. അങ്ങനെ ഇതിന്റെ പേരിൽ ശരത് ലാൽ ബല്ലാരി ഡയസിൽ കയറിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ നിന്ന് പൊക്കിയെടുത്ത് മറ്റൊരു ഹാളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നിലവിൽ 4 പേർക്ക്, അതായത് നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ആണ് കയ്യാങ്കളിൽ പ്രധാനമായും നഗരസഭയിലെ ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ തിരിഞ്ഞതെന്നാണ് അറിയാൻ കഴിയും. ദൃശ്യങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ശരത് ലാൽ ബല്ലാരി കായംകുളം നഗരസഭ ചെയർമാനാണ്. ശരത് ബല്ലാരിയെ കൂടാതെ വാർഡ് കൌൺസിലർമാരായിട്ടുള്ള മിനി അച്ചൻകുഞ്ഞ്, സുമയ്യ മുജീബ് എന്നിവർക്കടക്കം പരിക്കേറ്റുണ്ട്. പിന്നീട് കായംകുളം പോലീസ് അവിടെ സ്ഥലത്തെത്തി. കായംകുളം പോലീസ് സ്ഥലത്തെത്തിയിട്ടും ഈ നഗരസഭയിലെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളി അവസാനിച്ചില്ല. പിന്നീട് പോലീസ് നന്നായി ഇടപെട്ടുകൊണ്ട് ഈ 2 കൂട്ടരെയും മാറ്റി. അവിടെയുള്ള പുറത്തു നിന്നുള്ള അടക്കം UDF-ന്റെയും LDF-ന്റെയും പാർട്ടി പ്രവർത്തകർ അവിടെ എത്തിയാണ് ഈ 2 കൂട്ടരെയും മാറ്റി. ഇപ്പോഴിതാ അവിടെ സ്ഥിതി ശാന്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു അംഗനവാടിയുടെ പേരിലാണ് തർക്കമുണ്ടായത്. വലിയ കയ്യാങ്കളിയിൽ കലാശിച്ചത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ.